കമ്മിറ്റി പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് പുറത്ത് അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ടു എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ നമ്പർ SHRC നമ്പർ 10-257 CR/2006 എന്നാണ്. 10-257/CR/2026 കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിന് വേണ്ടി ഫയൽ മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഈ ബില്ലിൽ ഒരിടത്തും പേഷ്യൻറ്റിൻ്റെ പേര് വരാതെയാണ് ആ വീഡിയോ എടുത്ത ഇവരുടെ സഹോദരി ചെയ്തിരിക്കുന്നത്. ആ വീഡിയോ എടുത്ത ആളും കൃത്യമായി ആ ഭാഗം വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എയുടെ കാലമാണ്. നാളെ രാവിലെ അത് ആണെന്ന് രേണു സുധിക്കെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ഇദ്ദേഹം പറയുന്നത് മുഴുവനായിട്ടും ഞാൻ വെച്ചു തരാം. ആദ്യം ഒരു കാര്യം പറയാം. ആരാണ് ഇദ്ദേഹം? ഡിജിറ്റൽ മീഡിയയിൽ ഏറ്റവും വലിയ ഉന്നതനായിട്ടുള്ള ഒരു മാധ്യമ പ്രവർത്തകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ പോലെ ഒരാൾ ഇങ്ങനെ അതായത് ചുമ്മാ ഒന്നും പറയത്തില്ല. ഇപ്പം ഞാൻ പറയുമ്പോഴോ വേറെ യൂട്യൂബറോ പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ ഇത്തിരി പാടായിരിക്കും. ഇദ്ദേഹം പറയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും വിശ്വസിക്കാം. പൊന്നുപ്രേക്ഷകരെ, എന്തൊക്കെയോ പറയുന്നുണ്ട്. അതായത് മൊത്തത്തിൽ ആ ഒരു ബില്ല് തന്നെ ഫേക്കാണ്, AI ആണ്. രേണു സുധി സ്വർണം കടത്തിയ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കളിക്കുന്ന നാടകമെന്നാണ് ഇദ്ദേഹം പറയുന്നത്. അത് ഞാൻ വെച്ചു തരാം. ഈ വീഡിയോ മസ്റ്റായിട്ടും നാലാളിലേക്ക് എത്തണം. രേണു സുധി എന്നല്ല, ഞാനെന്നല്ല, ആരായാലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ശിക്ഷിക്കുക തന്നെ ചെയ്യണം. ഇപ്പോൾ രേണു സ്വർണം കടത്തിയ കേസിൽ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ക്യാൻസർ അഭിനയിക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനൊരു കാര്യം പറയാം. അത് ഉള്ളതാണെങ്കിൽ അതിന് തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടണം. ഈ സത്യാവസ്ഥ നാലാളിലേക്ക് എത്താൻ വേണ്ടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം. നമുക്ക് ഒന്നായിട്ട് കേട്ട് നോക്കാം. ഒരു ക്യാൻസർ പേഷ്യൻ്റ് എങ്ങനെയായിരിക്കുന്നതിൻ്റെ പ്രൊസീജിയർ എന്താണെന്നും സാധാരണ ജനങ്ങൾക്ക് അറിയാവുന്ന സാഹചര്യത്തിലാണ് രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധിക്കെതിരെ സഹീർ കണ്ണൂർ എന്ന് പറയുന്ന പൊതുപ്രവർത്തകൻ ബഹുമാനപ്പെട്ട കേരള സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷന് പരാതി നൽകുന്നത്. അത് സ്റ്റേറ്റ് കമ്മിറ്റി പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്. അതിന് പുറത്ത് അന്വേഷണത്തിന് വേണ്ടി ഉത്തരവിട്ടു എന്ന് മനസ്സിലാക്കണം. അതിൻ്റെ നമ്പർ SHRC നമ്പർ 10-257 CR/2006 എന്നാണ്. 10-257/CR/2026 കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിന് വേണ്ടി ഫയൽ മാറിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. ഉറപ്പായിട്ടും പണി കിട്ടും രേണു സുധിക്ക്. അതായത് അങ്ങനെ ഒരു രോഗം ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും 8ന്റെ പണി കിട്ടും. കേസ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ബാക്കിയും കൂടി കേട്ട് നോക്കാം. അദ്ദേഹം പരാതി കൊടുത്തതിന് ശേഷം ഞാൻ വീഡിയോ ചെയ്തു. ആ വീഡിയോയിൽ ഞാൻ ചില കാര്യങ്ങൾ ഗോപ്യമായി വെക്കുകയും പല കാര്യങ്ങൾ തുറന്നു പറയാനും ശ്രമിച്ചു. അതെല്ലാം തന്നെ ഒരു ക്യാൻസർ പേഷ്യൻ്റ് അനുവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ഒപ്പം മലയാളത്തിൻ്റെ ഒരു സിനിമാ താരത്തെ വെച്ചുകൊണ്ടും ഒക്കെ തന്നെ ഈ പറഞ്ഞ രേണു സുധി സോഷ്യൽ മീഡിയയിൽ വരികയും തനിക്ക് വലിയ സാമ്പത്തിക ആവശ്യമുണ്ടെന്നും സാമ്പത്തികത്തിൻ്റെ അങ്ങേ അറ്റത്തെ ആവശ്യകതയിലായിരിക്കും, സഹായിക്കണം എന്ന് പറയുകയും എന്നെ സഹായിക്കാനുള്ളവർ എൻ്റെ 3 രാജ്യങ്ങളിലുള്ള ഏജന്റുമാരല്ലോ മാനേജർമാരെ ബന്ധപ്പെടണമെന്നൊക്കെയാണ് പറഞ്ഞത്. അതിനുശേഷം അവരുടെ സഹോദരി ഒരു വീഡിയോ വന്നിരുന്നു. ആ വീഡിയോയിൽ പറയുന്ന ഒരു മരുന്ന് ഫെസ്കോയാണ്. ഇതിൻ്റെ പ്രത്യേകത, ഇതൊരു ചർമ്മത്തിൻ്റെ അടിയിലേക്ക് പതുക്കെ കുത്തിവെക്കുന്ന ഒരു മരുന്നാണ്. കൂടാതെ കുത്തിവയ്പ്പിന് ശേഷം എന്തെങ്കിലും അലർജി പ്രതികരണം ഉണ്ടാകുന്നുണ്ടെന്ന് പരിശോധിക്കാൻ കുറഞ്ഞത് 30 മിനിറ്റോളം ഡോക്ടറെ നിരീക്ഷണത്തിൽ ഇരിക്കേണ്ടത്. ഇത് എടുക്കുന്നത് ഡോക്ടറായിരിക്കണം. ആദ്യ ഡോസ് കഴിഞ്ഞ് 3 ആഴ്ചയ്ക്ക് ശേഷം അടുത്ത ഡോസ് എടുക്കാം. ഓരോ മെയിൻ്റനൻസ് ഡോസ് കഴിഞ്ഞ് 15 മിനിറ്റോളം നിരീക്ഷണം ആവശ്യമാണ്. തുടയുടെ ഭാഗത്തുള്ള ചർമ്മത്തിനടിയിലാണ് ഈ കുത്തിവയ്പ്പ് നൽകുന്നത്. ഓരോ തവണയും ഇടത്തെ തുടയിലോ വലത്തെ തുടയിലോ മാറി മാറിയാണ് കുത്തിവയ്ക്കുന്നത്. ശസ്ത്രക്രിയയ്ക്ക് മുൻപ് കീമോതെറാപ്പിയോടൊപ്പം ഫെസ്കോ നൽകുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം മൊത്തത്തിൽ 1 വർഷം പൂർത്തിയാകുന്നവരെ ഇത് തുടരേണ്ടി വരുന്നു. ഇത് സാധാരണ ബ്രസ്റ്റ് ക്യാൻസറുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗികൾക്ക് കൊടുക്കുന്ന ഒരു മരുന്നാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 2 ലക്ഷത്തിന് മേളിലാണ് എന്നുള്ള കാര്യം ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ 2 ലക്ഷത്തിന് മുകളിലാണ് വില എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് എൻ്റെ മരുന്നിന് 2 ലക്ഷം രൂപയുണ്ടെന്നും 6 കീമോതെറാപ്പി ഉണ്ടെന്നും ആ കീമോതെറാപ്പിക്ക് മുമ്പ് ഇത് ചെയ്യണമെന്നും 6 കീമോതെറാപ്പിക്ക് മാത്രം ഓപ്പറേഷൻ നടത്തൂ എന്നൊക്കെ ഡോക്ടർ പറഞ്ഞതായിട്ട് പറയുന്നത്. പക്ഷേ അതിനുവേണ്ടി ഒരു ബില്ല് തിരുവനന്തപുരത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ബില്ലായിട്ട് പുറത്ത് വിട്ടിട്ടുണ്ട് അവരുടെ ചേച്ചി. ആ ബില്ലിൽ പറയുന്ന ഡേറ്റ് 13/11/2001 13/11/2001. 2003 ഇവർ ഹസ്ബൻഡ് മരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർക്ക് ക്യാൻസർ ആണെന്നുള്ള വിവരം ഇവർ ഈ അടുത്ത സമയത്താണ് പൊതുജനത്തോടെ പറയുന്നത്. ഈ മരുന്നിൻ്റെ വില 2,26,028 രൂപ 50 പൈസയാണ്. ഇതാണ് ഇതിൻ്റെ ബില്ലായിട്ട് അവർ കാണിച്ചിട്ടുള്ളത്. വ്യക്തമായി ബില്ലും ഞാൻ ഇതിനോട് യോജിപ്പിക്കുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, ഈ ബില്ലിൽ ഒരിടത്തും പേഷ്യൻറ്റിൻ്റെ പേര് വരാതെയാണ് ആ വീഡിയോ എടുത്ത ഇവരുടെ സഹോദരി ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇദ്ദേഹത്തിന് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് സുധിച്ചേട്ടൻ മരിച്ചത് 2023 ഇദ്ദേഹം 2003 എന്നാണ് പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം പറയാം, ഇദ്ദേഹത്തെ പോലെയുള്ള ഒരാള്
ഞാനൊരൊറ്റ കാര്യം പറയാം, ഇദ്ദേഹം ബാക്കി പറയുന്നുണ്ട്, അത് വെച്ചു തരാം. അതായത് ഇദ്ദേഹം വലിയൊരു ഡിജിറ്റൽ മേഖലയെ കുലുക്കുന്ന വലിയൊരു മാധ്യമ പ്രവർത്തകനാണ്. ഓക്കെ, രാഹുൽ മാങ്കൂടത്തിൽ കേസ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിച്ച ഒരാളാണ് ഇദ്ദേഹം. ഇങ്ങനെയുള്ള ഒരാള് ഈ കേസിൽ തുമ്പില്ലെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കോ? ഇത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ബാക്കിയും കൂടി കേട്ട് നോക്കാം. ആ വീഡിയോ എടുത്ത ആളും കൃത്യമായി ആ ഭാഗം വരാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. എയുടെ കാലമാണ്. നാളെ രാവിലെ അത് ആണെന്ന് ഒരുപക്ഷെ ഈ രേഷ്മ തങ്കച്ചൻ പറഞ്ഞുകൂടാന്നില്ല. കാരണം നമ്മളൊക്കെ യുഗത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ പോലും അതിനു മുമ്പേ യുഗത്തിലെത്തി പൊതുജനത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ പറഞ്ഞ രേഷ്മ തങ്കച്ചൻ എന്ന രേണു സുധി. ഇടയ്ക്കൊരു കാര്യം പറയാൻ മറന്നുപോയി. ഷഫീന ബീബി മാഡം എൻ്റെ വീഡിയോ കണ്ടതിന് ശേഷം അവർ യൂട്യൂബ് ചാനലിൽ അതുമായി ബന്ധപ്പെട്ട റിയാക്ഷൻ വീഡിയോ ചെയ്തപ്പോൾ ഈ പറഞ്ഞ രേണു സുധിക്കും ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ആരോ ഒരാൾ പരാതി കൊടുത്തതിൻ്റെ പുറത്ത് അവർ വിദേശത്ത് നിന്ന് വന്ന സമയത്ത് പിടിച്ചെന്നോ അന്വേഷിച്ചെന്നോ ഒക്കെ പറഞ്ഞിരുന്നു. അത് അങ്ങനെയല്ല പറയേണ്ടത്, അത് ശരിക്കും നടന്ന കാര്യമാണെന്ന് പറഞ്ഞു. അത് നടന്ന കാര്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, ഇദ്ദേഹം പറയുന്നത് അതിൽ ബോധ്യമുണ്ട് എന്നാണ്. രേണു സുധി സ്വർണം കടത്തിയതിൽ എനിക്ക് ബോധ്യമുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. എൻ്റെ പൊന്നു മനുഷ്യന്മാരെ, ഞാൻ പേഴ്സണലി വിചാരിച്ചത്, ഇപ്പം ഞാൻ രേണു റിലേറ്റഡ് ആയിട്ട് ഒരു കോണ്ടന്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇഷ്ടംപോലെ മെസ്സേജ് വരുന്നുണ്ട്, വോയിസ് ക്ലിപ്പ് വരുന്നുണ്ട്. രേണു ദുബായിൽ നിന്ന് മറ്റേ സ്വർണം കടത്തി, അത് ചെയ്തു, ഇത് ചെയ്തു നോക്കി കുറേ വോയിസ് ക്ലിപ്പുകൾ വരുന്നുണ്ട്. ഞങ്ങൾ അതൊന്നും എടുത്ത് റിയാക്ട് ചെയ്യലില്ല. ഞാൻ പേഴ്സണലി അതൊന്നും വെക്കലില്ല. ഷെഫീന ബീവി അങ്ങനെയുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ സൈഡിൽ വെക്കുന്നു എന്നാണ് ഞാൻ പേഴ്സണലി പിന്നെയെങ്കിലും വിചാരിച്ചത്. രേണു സുധി പറയുന്ന സ്വർണം കടത്തിയിട്ടുണ്ടാവുക ഒരു പക്ഷെ അവരെ കൊടുക്കാൻ വേണ്ടി അങ്ങനെ ഒരു ആരോപണമായിട്ടുണ്ടാവുമെന്നാണ് നമുക്കൊരു സംശയം. മനുഷ്യന്മാരല്ലേ സംശയിക്കാറുണ്ട്, ഞാൻ അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷെ ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ വന്ന് പറയുകയാണ് അതിൽ ബോധമുണ്ടെന്ന്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സാധാരണ യൂട്യൂബർ ഒന്നും അല്ല ഇദ്ദേഹം. ന്യൂസ് ചാനലിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഇരുന്ന് ഇടക്കിടക്ക് സംസാരിക്കലുണ്ട്, എല്ലാ ചർച്ചയിലും ഇടക്കിടക്ക് ഇരുന്ന് സംസാരിക്കലുണ്ട്. ഇങ്ങനെയുള്ള ഒരാൾ വന്നിട്ട് ബോധ്യമുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ രേണു സുധി വലിയ എന്തോ ഇപ്പൊ കിച്ചുവിനെ ദ്രോഹിക്കുന്നതല്ലാതെ സ്വർണ്ണക്കടത്തിയ കേസിൽ എന്തോ വലിയൊരു തട്ടിപ്പ് രേണു സുധി ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പാണ് പൊന്നു പ്രേക്ഷകരെ. ഇല്ലെങ്കിൽ ഇങ്ങേരെ പോലുള്ള ഒരാൾ വന്നിട്ട് അത് സമ്മതിക്കത്തില്ല. ബാക്കിയും കൂടി കേട്ട് നോക്കാം. പക്ഷെ ഞാനത് എങ്ങനെ പറയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ ആ പരാതിയുമോ അതുമായി ബന്ധപ്പെട്ട രേഖയോ ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ പറയാതിരുന്നത്. മാഡം അതിനകത്ത് ക്ഷമിക്കുക. പിന്നെ അനാഥാലയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിക്കാനാണ് ഞാൻ പലപ്പോഴും ശ്രമിക്കുന്നത്. അതിന് മാഡത്തിനോട് ഞാൻ സോറി പറയുന്നു. ഞാൻ അറിയാതെ പറഞ്ഞതല്ല. ഇതുകൊണ്ടാണ്, രേഖകൾ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ്. പൊതുവിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും അതിൻ്റെ സത്യാവസ്ഥ വെച്ച് മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള ഒരു ബലം കിട്ടുകയും സത്യം ജനങ്ങൾ അറിയുകയും ചെയ്യും എന്നതുകൊണ്ടാണ് ഞാൻ അത്തരം ഒരു നടപടി സ്വീകരിച്ചത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തായാലും ഈ മരുന്നിന് ഈ 2,02,628 രൂപയാണ് ഇതിൻ്റെ വില. എന്ന് വെച്ചാൽ 2 ലക്ഷം രൂപയെന്ന് കൂട്ടുക. അങ്ങനെ 6 എണ്ണം, അപ്പോൾ 12 ലക്ഷം രൂപ വേണം എന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷെ ചോദ്യം ഇതൊന്നുമല്ല. ഇതേ മരുന്ന് ഇവിടുത്തെ നിർധനരായ രോഗികൾക്കും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഈ രേണു സുധിയുടെ കാർഡ് എന്ന് പറയുന്നത് BPL ആണെന്നാണ് ഞാൻ മനസ്സിലാക്കുക. അന്വേഷിച്ചപ്പോൾ BPL കാർഡാണെന്നാണ് മനസ്സിലാക്കുന്നത്. BPL കാർഡുള്ള രേണു സുധിക്ക് ഇത് നമ്മുടെ കാരുണ്യയിൽ നിന്ന് വില കുറച്ച് കിട്ടും. ഓക്കെ പൊന്നുപ്രേക്ഷകരെ, ഇത് ഇദ്ദേഹം പറഞ്ഞത് 100% ശരിയാണ്. ഇത് തെളിയിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് വെച്ച് തരാം. അതായത് രേണു സുധിയുടെ മാനേജർ ആയിട്ടുള്ള കരിസ്മ തന്നെ സമ്മതിക്കുന്നുണ്ട്, നിങ്ങൾ ആരും സഹായിക്കണ്ട, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ സഹായം കിട്ടുന്നുണ്ട് എന്ന് രേണുവിൻ്റെ മാനേജർ കരിസ്മ പറയുന്ന ഒരു വോയിസ് ക്ലിപ്പും കൂടി ഞാൻ കുറച്ച് കഴിഞ്ഞ് വെച്ച് തരാം. നിങ്ങൾ ഓരോരുത്തരും കേൾക്കണം. ഇതപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് രേണു ഇങ്ങനെ ചെയ്യുന്നത്? എന്തൊരു ഉഡായിപ്പാണല്ലേ. ബാക്കിയും കൂടി കേട്ട് നോക്കാം. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ പറഞ്ഞ ആളിന് ഏകദേശം BPL കാർഡ് അല്ല, അവർക്ക് അതിന് മുകളിലോട്ടുള്ള വെള്ള കാർഡാണെങ്കിൽ അല്ലെങ്കിൽ നീല കാർഡാണെങ്കിൽ അത് ബന്ധപ്പെട്ട DMO വഴി നേരെ പോയി കളക്ടർ എടുത്ത് കഴിഞ്ഞാൽ കളക്ടർ ഈ പേഷ്യൻറ്റിനുള്ള മുഴുവൻ മെഡിസിനും ഈ പറഞ്ഞ BPLകാർക്ക് കിട്ടുന്ന എല്ലാം തന്നെ കിട്ടും. അത് ഇവർക്ക് മാത്രമല്ല കിട്ടുന്നത്, അത് ഡയാലിസിസ് പേഷ്യൻസിന് വരെ കിട്ടും. വെള്ളക്കാർഡാണെങ്കിൽ പോലും ഡയാലിസിസ് പേഷ്യൻസിന് വേണ്ട കാര്യങ്ങളും സർക്കാർ ആശുപത്രിയിൽ നിന്ന് കിട്ടും. ഇപ്പം സ്വകാര്യ ആശുപത്രിയിൽ ബില്ല് കൂടിയതുകൊണ്ടാണല്ലോ ഇവിടുന്ന് പത്തനംതിട്ട ജില്ലയിലെ ഹോസ്പിറ്റലിൽ നിന്ന് കോട്ടയത്തേക്ക് പോയത്. അപ്പോൾ കോട്ടയത്തേക്ക് പോയപ്പോഴും എവിടുന്ന് വന്നു ഈ പൈസ? അപ്പോൾ പിന്നെ എന്തിനാണ് പണം എന്നാണ് ജനം ചോദിക്കുന്നത്. അവിടെയാണ് അതിൻ്റെ ചോദ്യം. ഓരോ സമയം രേണു സുധി സമൂഹത്തോടെ പറയുന്ന കാര്യങ്ങൾക്ക് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പൊതുസമൂഹം അറിയുന്നത് കൊണ്ടാണ് അവരെ ആൾക്കാർ എതിർക്കുന്നതും അവർ പറയുന്നതിനകത്തെ വിശ്വാസ്യത തേടിപ്പോകുന്നത്. എന്താ നമ്മൾ ഈ കാണുന്നത് കേൾക്കുന്നത്? ഇത് സത്യസന്ധമായിട്ട് നമ്മൾ ഓരോരുത്തരും അന്വേഷിക്കണം പൊന്നുപ്രേക്ഷകരെ. ബാക്കിയും കൂടി കേട്ടു നോക്കാം. അല്ലാതെ രേണു സുധി എന്ന ആളിന് ക്യാൻസർ വന്നതിലാരും സന്തോഷിക്കുന്നില്ല എന്ന് ആ കുടുംബം മനസ്സിലാക്കണം. ഞാനോ വേറോ ഒരാൾ പോലും സമൂഹത്തിലെ ഒരാൾ പോലും ഒരാൾക്കും വരല്ലേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു അസുഖമാണിത്. ഒരസുഖം വരല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെ ഒരു അസുഖം ഉണ്ടെങ്കിൽ
ആ അസുഖമുള്ള ആൾ പ്രവർത്തിക്കുന്ന രീതിയിലല്ല ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷെ നമുക്കൊരാളിന് വിൽ പവർ ആവശ്യമാണ്, രോഗങ്ങളിൽ നിന്ന് പുറത്തു വരാൻ വിൽ പവർ ആവശ്യമാണ്. ഇത് ഓവറായി പോകുമ്പോഴും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ഒരു സിനിമാ താരത്തെ പിടിച്ചെടുക്കി അവരെ കൂടെ ഇരുത്തി വീഡിയോ ചെയ്യുകയൊക്കെ ചെയ്യില്ല. അവരുടെ ഫോട്ടോ വെച്ച് പോലും ഇങ്ങനൊരു പണപ്പിരിവ് നടത്തുന്ന പോലെ ജനത്തിന് തോന്നുന്നതുകൊണ്ടാണ് പ്രിയപ്പെട്ട രേഷ്മ തങ്കച്ചൻ താങ്കൾക്കെതിരെ പലരും വീഡിയോ ചെയ്യുന്നത്. ഈ പറഞ്ഞത് 100% ശരിയാണ്. നമ്മൾ രേണുവിനെ വിമർശിക്കുന്നുണ്ടെങ്കിലും രേണുവിന്റെ ക്യാൻസർ എത്രയും പെട്ടെന്ന് ഇല്ലാതാവണേ എന്നാണ് ഞാൻ നിങ്ങളും പ്രാർത്ഥിക്കുന്നത്. ഓക്കെ, പിന്നെ എന്തിനാണ് ഇവരിങ്ങനെ നാടകം കളിക്കുന്നത്? ഈ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ ആ രോഗം തന്നെ ഉള്ളതാണോ എന്ന് വീണ്ടും വീണ്ടും സംശയിക്കേണ്ടി വരുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ പറയുന്ന അവസാന ഭാഗം കൂടി കേട്ടിട്ട് നമുക്ക് ആ ഒരു ഓഡിയോ ക്ലിപ്പ് കേട്ടതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് സഹീർ കണ്ണൂരിന് നിങ്ങൾക്കെതിരെ പരാതി അയക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് ആ പരാതിയിൽ എന്തൊക്കെയോ ദുരൂഹതയുണ്ട്, അല്ലെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയോ സത്യമുണ്ട്, വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സംസ്ഥാന ഹ്യൂമൻ റൈറ്റ്സ് ഓർഗനൈസേഷനിൽ കമ്മീഷൻ ഈ പറഞ്ഞ രീതിയിൽ ആ പരാതി ഫയൽ സ്വീകരിക്കുകയും അത് കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടായിട്ട് അന്വേഷണത്തിന് വിടുകയും ചെയ്തത്. ഇത് രണ്ടും തങ്ങളിൽ ഒന്ന് ടാലിയാകുമ്പോൾ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കത്തുള്ളൂ. നാളെ രാവിലെ ഇതൊക്കെ ശരിയല്ല മറ്റേ ശരിയാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ എന്ത് ചെയ്താലും അവർക്ക് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി PR വർക്കിന് വേണ്ടി ഒരു ടീമിനെ ഉള്ളപ്പോൾ കിട്ടുന്ന പണത്തിനകത്ത് ഒരു വിഹിതം കൊടുത്ത് PR വർക്ക് ചെയ്യുന്ന പല ആൾക്കാരും, ഈവൻ അനാഥാലയങ്ങൾ വരെ നമ്മുടെ നാട്ടിൽ ഉള്ളിടത്ത് PR വർക്ക് നടത്തുന്ന അനാഥാലയങ്ങൾ വരെ ഉള്ളിടത്തോളം കാലം ഇതിനെയൊക്കെ നമ്മൾ പറയുന്ന സത്യത്തെ മൂടി വെക്കാൻ വേണ്ടിയുള്ള എല്ലാ കരുക്കളും അവർക്ക് കിട്ടും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഈ മൂടുപടങ്ങൾക്കുള്ളിൽ നിൽക്കുന്ന സത്യത്തെ പുറത്തു കൊണ്ടുവരികയാണ് ഒരു നല്ല പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത്. അതാണ് സഹീർ കണ്ണൂർ ചെയ്തതും ഷഫീന ബീബി ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ തന്നെയാണ്. അതിന് അവരെ വഴക്ക് പറഞ്ഞിട്ടോ അവരുടെ കയറിൽ കുതിര കയറിയിട്ടോ അവർക്കെതിരെ തെറി വിളിച്ചിട്ടോ ഒന്നും ഒരു കാര്യമില്ല എന്ന് ഇനിയെങ്കിലും ഈ രേഷ്മ തങ്കച്ചൻ മനസ്സിലാക്കണം. രേഷ്മ തങ്കച്ചൻ എന്ന സ്ത്രീയോട് ഈ സമൂഹത്തിനുള്ള സ്നേഹം എന്താണെന്ന് ചോദിച്ചാൽ, ആൾക്കാർക്കുണ്ടായ സ്നേഹം എന്താ വെച്ചാൽ അവരുടെ ഹസ്ബൻഡായ സുധിയോടുള്ള താല്പര്യത്തിനപ്പുറം ഒന്നും അല്ലായിരുന്നു കൂടി മനസ്സിലാക്കണം. അദ്ദേഹത്തിൻ്റെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് ഈ പറഞ്ഞ രേഷ്മ തങ്കച്ചനെ പൊതുജനം അറിഞ്ഞതും ഈ രീതിയിൽ അവരെ ട്രീറ്റ് ചെയ്തുകൊണ്ട് പോകുന്നതും. അല്ലാതെ ബ്ലോഗർ ആയതുകൊണ്ട് അവർ ബ്ലോഗർ ആവാനുള്ള കാരണം ഈ പറഞ്ഞ മനുഷ്യനാണെന്ന് ഓർക്കണം. അപ്പോൾ ഭർത്താവിൻ്റെ പേര് പോലും ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ഇവ ഏറ്റവും അവസാനം വരുന്ന മറുപടി വിവരം എന്ന് പറയുന്നത് ഭർത്താവിൻ്റെ പേര് ഭർത്താവിൻ്റെ ആദ്യ ഭാര്യയിൽ ഉണ്ടായ മകൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന രീതിയിൽ അവൻ ആ പേരിൽ അറിയപ്പെടാൻ പാടില്ല, അതിനോട്ട് ടച്ച് ഉണ്ടാവാൻ പാടില്ല, അവനെ വേർതിരിച്ചുകൊണ്ട് വേണം അത് പുറത്തേക്ക് വരാൻ, അവൻ ആ പേര് സുധി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് പുറത്തു വരുന്നത്. ഞാൻ മുൻ വീഡിയോയിൽ സൂചിപ്പിച്ച പോലെ ഏറ്റവും അവസാനം ഒരു സ്വന്തം മകൻ്റെ പേര് സ്വന്തം മകൻ ഇപ്പോഴുള്ള അവരുടെ കുഞ്ഞിൻ്റെ പേരിൽ പോലും ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കേണ്ടത്. ഈ ഇത്രയേറെ വരുമാനമുള്ള ഒരാൾ വീണ്ടും വീണ്ടും പൈസ ചോദിക്കുകയും കഷ്ടമാണെന്ന് പറയുകയും ഒരു സമയത്ത് രോഗിയായി കിടക്കുകയും അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം പെട്ടെന്ന് ഉദിച്ചുയർന്നു വന്നിട്ട് എന്താണ് പറയുന്നത്, ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർന്നു വന്നിട്ട് വീണ്ടും സമൂഹത്തിലുള്ള മറ്റു ആൾക്കാരെ മാന്യന്മാരോ അല്ലാത്തവരോ അവർക്ക് വിരോധമുള്ളവരെ തെറിവിളിക്കുകയും അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ സമൂഹത്തോടെ പറയുകയും ചെയ്യുമ്പോൾ ഏതൊരു വ്യക്തിക്കും സംശയമുണ്ടാകും. എല്ലാ സംശയങ്ങൾക്കും മറുപടി പറയാൻ പറ്റുന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വരേണ്ടത്. ഇവരൊരു വലിയ സെലിബ്രിറ്റി ഒന്നും അല്ലാത്തതുകൊണ്ടാണ് ഒരുപക്ഷെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തു വരാത്തത്. അതുകൊണ്ട് രേഷ്മ തങ്കച്ചിന് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും കരണീയമായ കാര്യം ഈ ബില്ലിന്റെ ഉടമ ആരായിരുന്നു എന്ന് നിങ്ങൾ തെളിയിക്കണമായിരുന്നു. എന്താല്ലേ എന്തൊക്കെ കാര്യങ്ങളാണ് ഇങ്ങനെ പറയുന്നതല്ലേ. എൻ്റെ പൊന്നുപ്രേക്ഷകരെ, വീണ്ടും ഒരു കാര്യം പറയാം. ഞങ്ങളെപ്പോലുള്ളവർ പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവത്തില്ല. ഇങ്ങേര് പറഞ്ഞു വിശ്വാസമായല്ലേ. ഇത് വലിയൊരു മാധ്യമ പ്രവർത്തകനാണ്. ഇങ്ങേരൊന്നും ചുമ്മാ ഒരു കാര്യം വന്ന് പറഞ്ഞാൽ അത് സമൂഹം വെറുതെ വിടും നിങ്ങൾ വിചാരിച്ചിനോ? ഇദ്ദേഹത്തെ എല്ലാവർക്കും ഏകദേശം നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയുന്ന എല്ലാ കേസും ഇടപെടുന്ന ഒരാളാണ്, ചർച്ചയിലിരുന്ന് സംസാരിക്കുന്ന ഒരാളാണ്. ഇങ്ങനെ ഇത്രയും വലിയൊരു പ്രസ്താവന പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും വിശ്വസിക്കുക തന്നെ ചെയ്യണം. രേണുസുധിക്ക് തക്കതായിട്ടുള്ള ശിക്ഷ രേണുസുധിക്ക് കിട്ടണമെന്ന് ഞാൻ പറയാം പുരപ്രേക്ഷകരെ. ഓക്കെ, അപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് രേണുവിന്റെ മാനേജർ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഇഷ്ടം പോലെ സഹായം കിട്ടുന്നുണ്ട്. നമുക്കത് ജസ്റ്റ് കേട്ടിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഇൻകംസ് കിട്ടാൻ തുടങ്ങും. പിന്നീട് ഞങ്ങൾക്കൊക്കെ നേരത്തെ ആകായിരുന്നല്ലോ. ഇപ്പൊ അവർക്ക് സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുണ്ട്, അത്യാവശ്യം അതിനുള്ള ഇൻകംസ് കിട്ടാൻ തുടങ്ങും. പിന്നീട് മന്ത്രി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കേട്ടല്ലോ, ഇവിടെ രേണുവിന്റെ മാനേജർ തന്നെ പറയുന്നുണ്ട് 1 രൂപ പോലും ഞങ്ങൾക്ക് വേണ്ട എന്ന്. പിന്നെ നമ്മൾ ആരാണ്? പിന്നെ രേണുസുധി എല്ലാ ദിവസവും ഇരുന്ന് 2.5 ലക്ഷം ആവുന്നുണ്ട്, അത്ര പൈസ വേണം ഇത്ര പൈസ വേണം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ ഒരു ക്ലിയറൻസും ഇല്ല. ഞാനൊരു കാര്യം പറയാം പൊന്നുപ്രേക്ഷകരെ, രേണുസുധിയുടെ ഭാഗത്തു നിന്ന് ഒരു ക്ലിയറൻസ് പോലും ഇല്ല എന്നതാണ്. നമ്മൾ എല്ലാവരും, അതായത് ആ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കണം, എന്താണ് നടക്കുന്നത് എന്ന്. ഒരുപക്ഷെ രേണുവിന് ക്യാൻസർ ഉണ്ടാവും, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എന്തോ ഒന്ന് രേണുവിനെ വേട്ടയാടുന്നുണ്ട്, അത് സത്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ഇവിടെ വരാം. ഓക്കെ, ബൈ.